ഇതാണ് ആ കൊലയാളി സംഘം. അഖിൽ എന്ന അപ്പു, സുമേഷ്, വിനീത് രാജ്. ഒന്നാം പ്രതി അഖിലിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിച്ചത്. വിനീത് രാജ് തിരുവനന്തപുരം ചെങ്കൽച്ചുളയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വിനീതാണ് കരമന മരുതൂർക്കടവിലെ അഖിലിനെ കല്ലുകൊണ്ട് ഏറെ പ്രാവശ്യം ഇടിച്ചത്, തലയോട്ടി തകർത്തത്. രണ്ടാം പ്രതി സുമേഷാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായത്. ഇയാളെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊലപാതക ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഹരിലാൽ, കിരൺ കൃഷ്ണൻ എന്നിവരും പിടിയിലായി. സംഘം സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ അനീഷാണ് ആദ്യം പിടിയിലായത്. അനീഷിനെയും കിരണിനെയും ഹരിലാലിനെയും റിമാൻഡ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പേരും ഇതോടെ പോലീസിന്റെ പിടിയിലായി. പ്രതികളെ ചോദ്യം ചെയ്തതോടെ ആസൂത്രിതമായി നടത്തിയ ഹീനമായ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിഞ്ഞു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. 10-ാം തീയതി അനന്തു വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാം നെടുമങ്ങാട്ടെ കോടതിയിൽ ഹാജരായി. തിരികെ തിരുവനന്തപുരത്തെത്തിയ ശേഷം നെടുങ്കാട്ടെ ഒരു വീട്ടിലൊത്തുകൂടി മദ്യപിച്ചു. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിലുണ്ടായ അടിപിടിയെപ്പറ്റി ഓർമ്മ വന്നത്. ഉടൻ തന്നെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അന്നത്തെ വഴക്കിൽ ഉൾപ്പെട്ട വൈശാഖിനെയാണ് ആദ്യം കൊല്ലാൻ തീരുമാനിച്ചത്. കിട്ടാതെ വന്നതോടെ അഖിലിനെ കൊല്ലാൻ തീരുമാനിച്ചു. മരുതൂർക്കടവിലെ വീട്ടിൽ അഖിലുണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് സംഘം കൃത്യത്തിനായി പുറപ്പെട്ടത്. പ്രതികളെ പിടികൂടുന്നതിനൊപ്പം ശക്തമായ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് ശ്രമം. എല്ലാ പ്രതികളും 2019 അനന്തു ഗിരീഷ് വധക്കേസിൽ ഉൾപ്പെട്ടവരാണ്. അതേ സംഘം പുറത്തിറങ്ങി വീണ്ടും കൊലപാതകം നടത്തിയതിന്റെ ഞെട്ടലിലാണ് അനന്തു ഗിരീഷിന്റെ മാതാപിതാക്കൾ. എന്തെങ്കിലും ശിക്ഷ നമ്മളെ കോടതി അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടിക്ക് ഇത് വരുമായിരുന്നു. ഇന്ന് ഒരു അമ്മയ്ക്കും ഒരു മകനെ കൂടി നഷ്ടപ്പെടുമായിരുന്നു. ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. എന്ത് ശിക്ഷയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ശിക്ഷ എന്താണോ അതെനിക്കറിയില്ല. അത് തന്നെ ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്ന ആ ശിക്ഷ ഞാൻ പറയുന്നില്ല. അത് തന്നെ ഇവർക്ക് കിട്ടണം. എൻ്റെ മകൻ്റെ ഫോട്ടോയിൽ ഇന്നൊരു മാല പറഞ്ഞായിട്ടില്ല. എനിക്ക് അവൻ പോയെന്ന് ഒന്നും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുകയാണ്. അവർക്ക് ഏറ്റവും വലിയ വധശിക്ഷ കൊടുക്കണം എല്ലാവർക്കും. എങ്കിൽ മാത്രമേ നമ്മൾക്ക് സമാധാനം കിട്ടുള്ളൂ. പ്രതികൾ വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും കുറ്റകൃത്യം നടത്തിയതോടെ അനന്തു വധക്കേസിലെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ ഉടൻ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.